തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ UDFിൽ സ്റ്റാർ ആയത് ആലപ്പുഴയിലെ ജനപ്രതിനിധി എ.ഡി. തോമസ് ആണ്. എ.ഡി. തോമസ് ഇന്നൊരു മുഖമാണ്, ഒരു സന്ദേശമാണ്. ഇപ്പോൾ നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത്? വലിയ സന്തോഷം. സന്തോഷത്തെക്കാളപ്പുറം ആലപ്പുഴയിലെ ജനങ്ങളോട്, ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടുമാണ് ആദ്യം അറിയിക്കാനുള്ളത്. ആലപ്പുഴയിലെ ജനങ്ങളോട് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ എ.ഡി. തോമസ് KSUവിൻ്റെ ഒരു മുഖമാണ്. ജില്ലാ ഭാരവാഹിയായിരുന്ന് സമരങ്ങളിൽ നയിച്ച് സാധാരണക്കാരനായി വളർന്നു വന്ന ഒരു നേതാവാണ്. P.P. ചിത്തരഞ്ജനെ പോലെ ഒരാളെയാണ് അട്ടിമറിച്ച് വരുന്നത്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്വം കൂടിയല്ലേ ഇത്? തീർച്ചയായും ജനപ്രതിനിധിയാവുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ജനങ്ങൾ അത്രത്തോളം നമ്മളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജനപ്രതിനിധിയാകാൻ കഴിയുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി രാപ്പകലില്ലാതെ നിറവേറ്റുക എന്നുള്ളതാണ്. ഇനിയുള്ള പൂർണ്ണ സമയം ആലപ്പുഴയ്ക്ക് വേണ്ടിയാണ്. ആദ്യമേ സഭയിലേക്ക് എത്തുമ്പോൾ അങ്കലാപ്പും ആശങ്കയൊക്കെ ഉണ്ടോ? സ്വാഭാവികമായ ഒരു അങ്കലാപ്പുണ്ട്. കാരണം കേരളത്തിലെ നിയമനിർമ്മാണ സഭയാണ്. ആ സഭയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പരിമിതികളൊക്കെ നമുക്കുണ്ട്. എന്നാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയും എന്നുള്ളതാണൊരു വിശ്വാസം. ആ സഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെക്കുമ്പോൾ ആ ബാരിക്കേഡിന് മുന്നിൽ സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ജലപീരങ്കി നേരിട്ടുമൊക്കെ പരിചയിച്ചവരാണ്. അതിൽ നിന്ന് മറ്റൊരു ഭാവത്തിലാണ് സഭയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആ ബാരിക്കേഡ് ചാടിക്കിടക്കാനും സമരവും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് കൂടുതൽ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് ഇതൊരു ദൈവനിയോഗമാണ്. ആലപ്പുഴയിലെ ജനങ്ങളുടെ വലിയ ഹൃദയാംഗീകാരമാണ് സഭയുടെ ഉള്ളിലേക്ക് ഒരു സഭയിലെ പ്രതിനിധിയായി എത്താൻ കഴിയുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് SITയുടെ ആദ്യ യോഗം ചേരുകയാണ്. താങ്കളുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ആ ഒരു ദിവസം തന്നെയാണ് താങ്കളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇതൊരു കാലം അങ്ങനെയാണ്. കാലം എല്ലാത്തിനും മറുപടി കൊടുക്കും. ന്യായമായത് എന്താണോ അത് എല്ലാ കാലത്തും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ആ കാലം അതിനുള്ളൊരു മറുപടി നൽകും. അതാണ് ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി KSU പ്രവർത്തനത്തോടു കൂടി തന്നെ ജനപ്രതിനിധിയെ മുന്നോട്ട് പോകാനാണോ? അറിയില്ല, പാർട്ടി തീരുമാനം എന്താണെന്ന് അറിയില്ല. KSU ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിലേക്ക് KSU പ്രസിഡന്റ് സ്ഥാനം കൈമാറുകയാണ്. അതിനുള്ള പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പൂർണ്ണസമയം ആലപ്പുഴയിലെ ജനങ്ങൾക്കൊപ്പം ആയിരിക്കുക, ഒരു നിയമസഭാംഗം എന്ന രീതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുക എന്നതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. രാവിലെ സൂരജിനോട് സംസാരിച്ചപ്പോൾ ഒരിക്കൽ KSU ആയാൽ മരിക്കുവോളം KSU എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ തോമസിന്? ഞാൻ പറഞ്ഞതാണ്, ഭാരവാഹിത്വം മാത്രമേ ഒഴിയുന്നുള്ളൂ. മനസ്സ് പൂർണ്ണമായും KSU ആണ്. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ മുതൽ സജീവ ഭാരവാഹിത്വം വരുന്ന അവിടെ നിന്നാണ്. അവിടെ മുതൽ മരണം വരെയും KSU ആണ്. KSUവിനെ പറിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അംഗത്തിന് വളരെ അഭിനന്ദനങ്ങൾ. അപ്പോൾ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു ആകാംക്ഷയോടും കൂടി തന്നെയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.